ഗൈസ്, നമ്മളുടെ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ പല കുട്ടികൾക്കും ഇപ്പോഴും ആരും ഐഡിയ ഇല്ല. ഏത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക, ഇനി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമോ, എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് ഇപ്പോഴും ഒരു ഐഡിയ ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സ്ക്വയേഴ്സ് എന്നടാ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്കിനും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിനും ആയിരിക്കും ഉണ്ടാവുക. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഈ 5 മാർക്കും ഞാൻ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് തരാൻ പോവാണ് കേട്ടോ. സോ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആൻഡ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം. സോ നമ്മളുടെ ഈ ഒരു സ്ക്വയേഴ്സിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവനാണ്. ഇതാണ് നമ്മളുടെ സ്വന്തം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടാൻ പോകുന്നത്? 2 മാർക്കാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു നോക്കിയാലോ. ഇത്രയേ ഉള്ളൂ. നമ്മളോട് പറയാണ് 34 square is equal to 900 plus dash plus 16. ഓക്കെ, ഇത് നടുവിലുള്ള ആരാന്നുള്ളത് ഇനിയിപ്പോൾ എങ്ങനെയും ചോദിക്കാം. 3.5 അതായത് നമ്മളുടെ ഡെസിമൽ സ്ക്വയേഴ്സ് ദശാംശ വർഗത്തൊന്നും ചോദിക്കാം. 9 plus 3 plus ഡാഷ്. ഓക്കെ, ഈ ഡാഷിനെ പൂരിപ്പിക്കാനാണ് നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഡാഷിനെ ഫില്ല് ചെയ്യാൻ 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം കേട്ടോ. ഇത് 1 മാർക്കിനും അടുത്ത ക്വസ്റ്റ്യൻ 4 മാർക്കിനും ചോദിക്കാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ 3 മാർക്ക്, ഈ ക്വസ്റ്റ്യൻ 2 മാർക്ക്, എന്തായാലും 5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെയാ ചെയ്യുക? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഏതൊരു 2 ഡിജിറ്റ് നമ്പറിന്റെയും സ്ക്വയർ കാണുക എങ്ങനെയാ? 34ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30 plus 4ന്റെ സ്ക്വയർ ആണ് അല്ലേ? 30 plus 4ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 30ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ 30 ഇൻറ്റു രണ്ടാമത്തെ നമ്പർ 4 പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ. അതായത് എന്തായിരിക്കും വരിക? ഇത്രയേ ഉള്ളൂ. 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ 9 ആണ്, 2 0 ഇട്ട് കൊടുക്കുന്നു. 900 പ്ലസ് 2 ഇൻറ്റു 30 എത്രയാണ്? 60 ആണ്. 60 ഇൻറ്റു 4 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 24 ആണ്. അപ്പൊ 240 അല്ലേ? 240 പ്ലസ് 4ന്റെ സ്ക്വയർ ആയിട്ടുള്ള 16. ഇങ്ങനെയാണ് വരിക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ഉള്ള ഏതൊക്കെയുണ്ട്? ഇവിടെ നോക്ക്, 900 ഇവിടെ ഉണ്ട്, ഇവിടെ ഈ 900 ഉണ്ട്, 16 ഇവിടെ ഉണ്ട്, 16 ഇവിടെ ഉണ്ട്. എവിടെയാണ് നമുക്ക് ഇല്ലാത്തത്? ഈ ഒരു 240 ആണ് ഇവിടെ ഇല്ലാത്തത്. സോ ദ ആൻസർ ഈസ് 240. സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവന് ഇതുപോലെ ചെയ്ത് നോക്ക്. 3.5ന്റെ സ്ക്വയർ നിങ്ങൾ എങ്ങനെയാ ചെയ്യുക? നമ്മളുടെ ദശാംശ വർഗത്തിന്റെ അതായത് ഡെസിമൽ സ്ക്വയർ കാണുക. അതായത് 3 plus 0.5 എന്ന് ഇതിനെ എഴുതൂ അല്ലെ? 3 plus 0.5ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ 3 ഇൻറ്റു രണ്ടാമത്തെ നമ്പർ 0.5 പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. ഇതാണ് ആള്. അങ്ങനെയെങ്കിൽ 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. പ്ലസ് 2 ഇൻറ്റു 3 എത്രയാ? 6 ആണ്. 6 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ് കേട്ടോ. അതായത് മിസ് ഒരൊറ്റ കുഞ്ഞു കാര്യം പറഞ്ഞിടാം. ഏതൊരു നമ്പറിനെയും പോയിന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 6 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 6ന്റെ ഹാഫ് ആയിരിക്കും 3. 8 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 8ന്റെ ഹാഫ് 4. 9 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 9ന്റെ ഹാഫ് ആയിട്ടുള്ള 4.5. അപ്പൊ ഏതൊരു നമ്പറിനെയും 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ആ നമ്പറിന്റെ പകുതി ആയിരിക്കും വരിക. 6ന്റെ പകുതി 3, 8ന്റെ പകുതി 4, 9ന്റെ ഹാഫ് 4.5 ആയിരിക്കും വരിക. ഇനി നോക്ക്, വേറൊരാളെയും കൂടി മിസ് പറഞ്ഞിടാം. അതായത് ഇപ്പോ 6 ഇൻറ്റു 0.25 ആണെങ്കിലോ, അല്ലെങ്കിൽ 8 ഇൻറ്റു 0.25 ആണെങ്കിൽ എന്താ വരിക? ഇത് ഇത്രയേ ഉള്ളൂ. 6 ഇൻറ്റു 0.25 എന്ന് പറഞ്ഞാൽ 6ന്റെ പകുതി എത്രയാണ്? 3 ആണ്. 3ന്റെ പകുതി എത്രയാണ്? 1.5 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഇനി നോക്ക്, 8 ഇൻറ്റു 0.25 എന്ന് പറഞ്ഞാൽ 8ന്റെ പകുതി എത്രയാണ്? 4 ആണ്. 4ന്റെ പകുതി എത്രയാണ്? 2 ആണ്. 2 ആണ് ആൻസർ വരിക. സോ ശ്രദ്ധിക്കുക, ഏതൊരു നമ്പറിനെയും 0.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ പകുതിയുടെ പകുതിയാണ് വരിക. അതായത് 3ന്റെ പകുതി 1.5, 4ന്റെ പകുതി 2.5, അങ്ങനെയാണ് വരിക. 4ന്റെ പകുതി 2, ഇങ്ങനെയാണ് വരിക. അതൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്ക്, ഇനി നിങ്ങൾക്ക് ചെയ്യാലോ. 8 ഇൻറ്റു 6 ഇൻറ്റു 0.5 എന്ന് പറയുമ്പോൾ 3 പ്ലസ് 0.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0.5 ഇൻറ്റു 0.5 അല്ലെ? 0.5 ഇൻറ്റു 0.5. അപ്പോൾ മക്കൾ ആലോചിക്കേണ്ട കാര്യം, 0.5 ഇൻറ്റു 0.5 ചെയ്യുന്നതിന് മുന്നേ പോയിന്റ് ഒഴിവാക്കി മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര വരും? 5 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 25 ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആൻസറും 25 തന്നെയായിരിക്കും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ പോയിന്റ് വെച്ചപ്പോൾ ഒരു നമ്പർ രണ്ട് നമ്പർ ഉണ്ട്. അപ്പോൾ ആൻസറിലും 2 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടണം. ദാറ്റ് ഈസ് 0.25 ആയിരിക്കും. സോ
9 + 3 + 0.25. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിലുള്ള നമ്പേഴ്സ് നോക്ക്. 9 ഇവിടെ ഉണ്ട്, 3 ഇവിടെയുണ്ട്, 0.25 ആണ് ഇല്ലാത്തത്. അപ്പൊ എത്രയായിരിക്കും? 0.25 ആയിരിക്കും ആൻസർ. അപ്പൊ ഇതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആണ് 1 or 2 മാർക്കിന്. ഇനി അടുത്ത് 3 or 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ദ ഇവൻ എന്ന് പറയുന്നത്. എവിടെ പോയി? ഇവൻ എന്ന് പറയുന്നത് റെക്ടാംഗിൾ മൾട്ടിപ്ലിക്കേഷൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു റെക്ടാംഗിൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഒന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഈ 2 മോഡലിലാണ് വരിക. ഈ ഒരു മോഡൽ ചോദിക്കുകയാണെങ്കിൽ ഇതാ നോക്ക്, ഈ റെക്ടാംഗിൾ എങ്ങനെയാ സോൾവ് ചെയ്യുക? ഇത്രയേ ഉള്ളൂ. ഇതിന്റെ നടുവിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലുള്ള നമ്പേഴ്സ് ഒക്കെ നമ്മൾ എഴുതണം. അതായത് ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ അല്ലെങ്കിൽ ഈ ഓരോ ബോക്സിലും വരുന്ന നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈഡിലുള്ള നമ്പറിനെയും മുകളിലുള്ള നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പർ ആയിരിക്കും. അതായത് ഇവിടെ എന്താ വരിക? മുകളിൽ ഇവിടെ എന്താ വരിക? 30 × 30 ആ വരിക. മുകളിലും 30 സൈഡിലും 30. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 30 × 30 ആ വരിക. എത്ര വരിക? 900 അല്ലേ? ഇനി ഇവിടെ നോക്ക്, ഇവിടെ സൈഡിൽ എത്ര വരിക? 30 ആണ്, മുകളിൽ 2. 30 × 2 എത്ര വരിക? 60 ആണ്. സൈഡിൽ 2 ആണ്, മുകളിൽ 30 ആണ്. സൈഡിൽ 2, മുകളിൽ 30. 2 × 30 60 തന്നെ. ഇനി സൈഡിൽ 2, മുകളിൽ 2. 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക? നിങ്ങളുടെ ആൻസേഴ്സ് വരിക. ഇനി അടുത്ത ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എ പാർട്ട് ബി പാർട്ട് ഉണ്ടാവും കേട്ടോ. അതായത് എയും ബിയും സിയും 3 പാർട്ട് ഉണ്ടാവും. ഇതാണ് 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്നത്. ആ 3 പാർട്ടിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എ പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ക്വസ്റ്റ്യൻ മാർക്കുള്ള ഭാഗല്ലേ, ആ ഭാഗത്തുള്ള നമ്പേഴ്സ് ഏതാണെന്നാണ് എ പാർട്ടിൽ ചോദിക്കുക. ബി പാർട്ടിൽ ചോദിക്കുക എന്ന് വെച്ചാൽ ഇത് ഏത് നമ്പറിന്റെ സ്ക്വയർ കാണാനാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഏത് നമ്പറിന്റെ സ്ക്വയർ കാണാനാണ് ഇത് യൂസ് ചെയ്യുന്നത്? 32. അതായത് 30 + 2ന്റെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഇവനെ യൂസ് ചെയ്യുന്നത്. 30 + 2ന്റെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് 32ന്റെ സ്ക്വയർ ആണ് ഇതിൽ നിന്ന് കാണുന്നത്. ഇനി 32ന്റെ സ്ക്വയർ എത്രയാണ് എന്ന് ഇതിൽ നോക്കി പറയാൻ പറയും. എങ്ങനെയാ 32ന്റെ സ്ക്വയർ കാണുക? ഇത്രയേ ഉള്ളൂ. ഇവന്മാർ രണ്ടാളെയും ആഡ് ചെയ്യുക. 900ഉം ദാറ്റ് ഈസ് 60യും, അതായത് 960 ആയിരിക്കും. 60യും 4ഉം എത്രയായിരിക്കും? 64 ആയിരിക്കും. ഇനി ഇവന്മാർ രണ്ടാളെയും ആഡ് ചെയ്യുക. 4 12ൽ 1 ഉണ്ടാവും. 1024 ആയിരിക്കും. എന്തായിരിക്കും ആൻസർ? 1024. ഇതുപോലെ തന്നെ ഇവനും ഉണ്ടാവും. അതായത് ഫസ്റ്റ് നമ്മളുടെ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിലുള്ള എല്ലാ നമ്പേഴ്സും ക്വസ്റ്റ്യൻ മാർക്കിലുള്ള ഭാഗത്തിന്റെ എല്ലാ നമ്പേഴ്സും എഴുതാന്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് കാണുന്നത് ഇവിടെ. മൂന്നാമത്തത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ ഈ ഒരു നമ്പറിന്റെ സ്ക്വയർ വർഗം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ വരിക. അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, നിങ്ങൾ എങ്ങനെയാ കാണാം? എപ്പോഴും ആലോചിക്കുക. ഇവിടെ നിങ്ങൾ നോക്കി നോക്ക്, വെറുതെ ഒന്ന് നോക്കി നോക്ക്. ഇവിടെ നോക്ക്, ഈ ഒരു നമ്പറും സ്ക്വയറുകളാ വരിക. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 30ന്റെ സ്ക്വയർ ആണ് ഇവിടെ എഴുതിയത്. ഈ നമ്പറോ 2ന്റെ സ്ക്വയർ ആണ്. ഇത് 30ന്റെ സ്ക്വയറുമാണ്. അപ്പൊ ഈ ഭാഗത്തും സ്ക്വയറുകളെ വരുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾ ഈ 400 അവിടെ നിൽക്കട്ടെ. 81 എന്തിന്റെ സ്ക്വയറാ? നമുക്കറിയാം 81 എന്ന് പറയുന്നത് 9ന്റെ സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ ഇവിടെ മുകളിലും സൈഡിലും ആരാ വരിക? 9 വരിക അല്ലെ? 81 കിട്ടണമെങ്കിൽ ഇതിന്റെ സൈഡിലും മുകളിലും എന്തായിരിക്കണം? 9 ആവണം. അപ്പൊ ഒരു നമ്പർ കിട്ടിയേ. ഇനി 400 എന്തിന്റെ സ്ക്വയറാ? 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആണ് അല്ലെ? 4 2ന്റെ സ്ക്വയർ ആണ്. സോ 400 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആയിരിക്കും? 20ന്റെ സ്ക്വയർ ആണ്. 20 ആയിരിക്കും ഇതിന്റെ സൈഡും ഇതിന്റെ സൈഡും. ഇനി സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്? നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു ഭാഗത്ത് വരാന്ന് പറഞ്ഞാൽ സൈഡ് 20യും മുകളിൽ 9ഉം. 20 × 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ആണ്. ഇവിടെ 9 മുകളിൽ 20, അതായത് 9 × 20 180 ആണ്. സിമ്പിൾ അല്ലേ? ഇനി എന്തായിരിക്കും ഈ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഇത് എന്തിന്റെ സ്ക്വയർ ആണ്? എന്തിന്റെ സ്ക്വയറാ? 20 + 9ന്റെ സ്ക്വയർ ആണ് ഇത്. ദാറ്റ് ഈസ് 29ന്റെ സ്ക്വയർ ആണ്. ഇനി 29ന്റെ സ്ക്വയർ എത്രയാന്ന് ചോദിക്കും. എത്രയായിരിക്കും? 400 + 180 ദാറ്റ് ഈസ് 580 ആൻഡ് 180 + 81 0 8 8 എത്രയായിരിക്കും? 16ൽ 1 ഉണ്ടാവും. 261 അല്ലേ? ദാറ്റ് ഈസ് 1 8 8 16 6 ഒന്നുണ്ടാവും. 261. ഇനി ആഡ് ചെയ്ത് നോക്ക്. 1 ഉണ്ടാവും ആൻഡ് 8ഉം 6ഉം 14 ആണ്. 1 ഉണ്ടാവും. 5ഉം 2ഉം 7 8 ആയിരിക്കും. ദാറ്റ് ഈസ് 841 ആയിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇതുപോലെയാണ് ക്വസ്റ്റ്യൻ വരിക. സോ നിങ്ങൾ ഈ ഒരു വർഗ്ഗങ്ങളിൽ 5 മാർക്ക് കിട്ടിയില്ലേ? ഇനി അടുത്ത വീഡിയോയില് ഏത് ചാപ്റ്ററിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. സോ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ ഈ ഒരു ഓഫർ ലോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ബിക്കോസ് നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഇപ്പോൾ ഒരു
ഓഫർ നടക്കുന്നുണ്ട്. നമ്മളുടെ ഓൺ എക്സാമിന് നമ്മളുടെ ലൈവുകളും നമ്മളുടെ വീഡിയോസും കാണാൻ വരുന്ന കുട്ടികൾക്ക് ഈ ഒരു ഓഫർ 2999 4199 ബാച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ജസ്റ്റ് ഈ ഒരു ഓഫർ ലോക്ക് ചെയ്ത് വെക്കുക. ഓഫർ ലോക്ക് ചെയ്ത് വെക്കാൻ നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മതി കേട്ടോ. രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും എന്തുണ്ടാവും, ആ ഒരു ഓഫർ ലോക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.